ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് തൃച്ചിയിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ഒരു മാരേജ് ഫംഗ്ഷനുണ്ട്, അതിലേക്ക് വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം നാഗർകോവിലെത്തി. അങ്ങനെ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്ക് ബസ് എല്ലാം പോയി കഴിഞ്ഞിരുന്നു. 12 മണി കഴിഞ്ഞു നമ്മളവിടെ എത്തിയപ്പോൾ. ഇനി നമുക്ക് മധുരയിൽ പോയിട്ട് പോകാനുള്ള ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ച് തിരിച്ച് അവിടെ നിന്ന് മധുരയ്ക്കുള്ള ബസ് കയറി. ഞാനും ചേട്ടൻ്റെ അവിടുത്തെ അമ്മയും മോളുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മോൾ ഇവിടെ ഇരിക്കും അവിടെ ഇരിക്കും മാറി മാറി അവളിങ്ങനെ ഒന്നുപോലെ ചാടിയിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ 8 മണിയായപ്പോൾ തൃച്ചി ബസ് സ്റ്റാൻഡ് എത്തി. പിന്നെ അവിടെ നിന്ന് ഒരു ആട്ടോ പിടിച്ച് കുറച്ച് ദൂരം പോകണം ചേച്ചിയുടെ വീട്ടിൽ. അവിടെ ചെന്ന് ഫ്രഷായി ഞങ്ങൾ കാപ്പിയും കുടിച്ചും കൊണ്ട് മാരേജ് ഫംഗ്ഷൻ്റെ അവരെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ നിന്ന് കുറച്ചടുത്താണ് മണ്ഡപം കേട്ടോ. അവിടെ നിശ്ചയദാർഥ്യം എൻഗേജ്മെൻ്റ് ആയിരുന്നു തലേന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്കുള്ള റൂമിലെത്തി. അവിടെ ചെന്ന് ഫ്രഷായി. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇത്തിരി നല്ല ഫെസിലിറ്റീസുള്ള റൂമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങൾക്ക് തൊട്ട് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഒറ്റ റൂമിലായിരുന്നു കേട്ടോ. എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യവും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി റൂമാണ് കേട്ടോ. അവിടെ AC ഫെസിലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ പിന്നെ AC യൂസ് ചെയ്തില്ല. രാത്രി മാത്രമേ ഒത്തിരി ചൂടുള്ളൂ. പകൽ നമ്മൾ അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ രാത്രി ഞങ്ങൾ യൂസ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എൻഗേജ്മെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ അവിടെ നിന്ന് അവർ തന്നെ വണ്ടിയിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ചേച്ചിയുടെ നാത്തൂൻ്റെ മോളെ കല്യാണമായിരുന്നു. അപ്പോൾ ചേച്ചിയും ചേട്ടനും ഒക്കെ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളാണ് അവിടെ കുറച്ച് ലേറ്റായിട്ട് എത്തിയത്. അങ്ങനെ നിങ്ങൾ ആദ്യം കേട്ടോ തൃച്ചിയിലുള്ള ഒരു മാരേജ് ഫംഗ്ഷൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പിടിയില്ല. അവിടെ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെയെല്ലാം ചായയില്ല. അവിടെയാണെങ്കിൽ ബദാം പാലാണ് കൊടുക്കുന്നത്, ചായയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത് പക്ഷേ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത്തിരി അല്പം മധുരം മുന്നിട്ട് നിൽക്കും. പിന്നെ ഫുഡും കുഴപ്പമില്ല കേട്ടോ. ഫുഡായിരുന്നു എനിക്ക് ഇത്തിരി പേടി, എന്ത് ഫുഡായിരിക്കുമെന്നേ. നമുക്ക് അവിടുത്തെ ഫുഡ് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഫുഡൊക്കെ തലേന്ന് നമ്മളിവിടുത്തെ ഫുഡ് പോലെ തന്നെ ആയിരുന്നു. വെജിറ്റേറിയൻ ആണ്, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഇതും പിന്നെ മോളും വാവയും കൂടെ കളിക്കുന്നത്. ഫുഡിൽ ഞങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ റവ ദോശയും കുറുമക്കറിയും ചപ്പാത്തിയും കേസരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു കല്യാണം, പെണ്ണും പയ്യനും. ഇതവരുടെ നിശ്ചയദാർഥമാണ് കേട്ടോ, എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഇതാദ്യം കുട്ടിപ്പട്ടാളെല്ലാവരും ചെന്ന് തന്നെ ആദ്യം എവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ആദ്യം ചെന്ന് തന്നെ ഫോട്ടോ എടുത്തോളും. ഇവരൊരു ഗ്യാങ്ങാണ് കേട്ടോ, ഇത്ര പേരും ഒരു ഗ്യാങ്ങാണ്. എല്ലായിടത്തും ഇവരെല്ലാം ഒരുമിച്ചാണ്. അവൾ പിന്നെ ചേച്ചിയുടെ അവയെ തറയിൽ നിർത്തത്തില്ല, എടുത്തെടുത്ത് തന്നെ അവന് തന്നെ വയ്യാതെയായി. എപ്പോഴും അവൾ എടുത്തുകൊണ്ട് നടക്കണം. ആര് കൊടുത്തില്ലെങ്കിൽ ആ കരച്ചിലും വിളിയുമാണ്. പിന്നെ ഞങ്ങളങ്ങനെ ഓരോ ഫോട്ടോയൊക്കെ എടുത്ത് രാത്രി 10 മണിയായപ്പോൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ബൈ നാളെ അടുത്ത